വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇടത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ആണ് ഇത്തവണത്തേത്. കാരണം ഒരു മുന്നണി തുടർച്ചയായി 10 വർഷം അധികാരത്തിലിരിക്കുകയും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നു. പ്രതിപക്ഷം തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. അപ്പോഴും ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് സാധാരണ നിലയിൽ ഉണ്ടാകേണ്ട ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ഒരു പക്ഷേ MLA-മാരുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് സർവേകളെല്ലാം ഒരേ തരത്തിൽ അഭിപ്രായപ്പെടുന്നു. അവിടെയാണല്ലോ കഴിഞ്ഞ തവണത്തെ ഈ 99, 98 എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അവിടെ നിന്ന് കുറഞ്ഞാൽ എത്ര കുറയും എന്നതാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. എങ്കിൽ പോലും ഭരണത്തിലേക്ക് എത്താമെന്ന തരത്തിൽ അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ പോലും ഇനിയും അധികാരത്തിലിരുന്നു കൊണ്ട് തന്നെ കാണാമെന്ന് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അരുൺ, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തിൽ നമുക്ക് തുടങ്ങാം. സൈത്ത് പറഞ്ഞ തുടർച്ചയായിട്ട് ഈ ഇന്നലത്തെ ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരോട് പറഞ്ഞത് മാത്രമല്ല, ഒരു മന്ത്രി അദ്ദേഹത്തെ വയനാട് ദുരന്ത ഭൂമിയിൽ നിർമ്മിച്ചു നൽകിയ വീടുകൾ അതിന്റെ പാലുകാച്ച ചടങ്ങുകളിൽ നിന്ന് പങ്കെടുക്കാൻ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ വീട് കൈമാറിയതിനു ശേഷം അതുകൊണ്ട് CM നമുക്ക് ആ വീടുകൾ സന്ദർശിക്കേണ്ട ഒന്നുകൂടി വോട്ടെണ്ണലിന് മുമ്പ് എന്നൊരു മന്ത്രി ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് മുഖ്യമന്ത്രി പറയാൻ നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം എപ്രകാരമാണ്, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടേക്ക് പോകാം. അത്രയധികം ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ളതെന്നാണ് വസ്തുത. ഈ അദ്ദേഹത്തിന്റെ വകുപ്പിലെ സെക്രട്ടറിമാരുടെ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു യാത്രയപ്പ് യോഗമായെന്നും കരുതണ്ട, 2 ആഴ്ചകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം എന്നുള്ള അത്രയധികം ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. അത് കേവലം ഈ ഇന്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളിലെ ഫലങ്ങളോ അതുമല്ല, ഈ CPM-ന്റെ പരമ്പരാഗതമായി പാർട്ടി കൂട്ടുന്ന കണക്കുകളോ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഈ ആത്മവിശ്വാസത്തിനില്ല. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു ഏജൻസി ഒരു സർവേ നടത്തിയിരുന്നു. കഴിഞ്ഞ 2 വർഷമായി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ ഓഫീസ് സഹായിക്കുന്ന ഒരു ഏജൻസി ഒരു സർവേ നടത്തിയിരുന്നു. അതിലും 74 മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പ്. അതിനപ്പുറത്തേക്കാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ അനുകൂല ഘടകങ്ങളുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ ഏറ്റക്കുറച്ചുകളും മാറിമറികളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഈ സർവേയെ മുഖ്യമന്ത്രി അതേപടി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയധികം തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം ഇപ്പോഴും ആ നിലപാട് തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ്, ആത്മവിശ്വാസം തന്നെയാണ് CPM-നെ മറ്റ് നേതാക്കൾക്കും അതുപോലെ മുന്നണി നേതൃത്വമൊക്കെ ഇപ്പോഴും തുടർഭരണമെന്ന സ്വപ്നം കാണാൻ ശക്തി നൽകുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായും എക്സിറ്റ് പോൾ കണക്കുകളും പൊതുവിൽ ഉണ്ടാകാനിടയുള്ള ഭരണവിരുദ്ധ വികാരവും ഒക്കെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കാണാതെ പിണറായി ഇങ്ങനെ പറയില്ല എന്നൊരു ഉറപ്പ് അദ്ദേഹത്തെ വിശ്വസിക്കുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും മുന്നണി നേതൃത്വത്തിനുമുണ്ട്. അതിൽ തന്നെയാണ് അവർ ഈ തീരുമാനം ഇങ്ങനെ വലിയ പ്രതീക്ഷ തുടരുന്നതും. ഏതാണ്ട് നാളെ ഈ സമയമാകുമ്പോൾ അറിയാം, കേരളത്തിന്റെ മാത്രമല്ല സ്വാഭാവികമായും കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പാണ്. അതിനും അപ്പുറത്തേക്ക് ഒരു പിടി നേതാക്കളുടെ സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഗതി നിർണ്ണയിക്കുന്ന, ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായി ഇത് മാറുമെന്നുറപ്പാണ്. CPM-ൽ അവസാന വാക്കിപ്പോൾ പിണറായി വിജയനാണ്. ഈ തെരഞ്ഞെടുപ്പിന് വിജയിച്ചാൽ അദ്ദേഹം ഒന്നുകൂടി പവർഫുള്ളാവും. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ശക്തനായ ഒരാളായി വീണ്ടും നിയമസഭാ മന്ദിരത്തിൽ ആണ് എന്നതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിയമസഭാ മന്ദിരം ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അരുൺ, അതിന്റെ പ്രവേശന കവാടത്തിൽ ആണ് നിൽക്കുന്നത്. ആ നിയമസഭാ മന്ദിരത്തിൽ ചരിത്രത്തിലാദ്യമായി 10 വർഷം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിച്ച പിണറായി വിജയൻ, അതൊരു ചരിത്രമാണ് കേരളത്തിൽ. അങ്ങനെയുള്ള ചരിത്രം കുറിച്ച പിണറായി വിജയനാണ് വലിയ ആത്മവിശ്വാസം പുലർത്തുന്നത്. ആ നിയമസഭാ മന്ദിരത്തിന് ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകൾ ഉണ്ട്. KR നാരായണൻ ഉദ്ഘാടനം ചെയ്ത അങ്ങനെയുള്ള ഒരു നിയമസഭാ മന്ദിരം, അതൊരു മലയാളിയായിരുന്നു. രാജ്യത്തെ ഏക മലയാളിയായിട്ടുള്ള പ്രസിഡന്റ് എന്ന പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, ഒരു പാർലമെന്റ് സമ്മേളനം കൂടി നടത്താൻ പറ്റുന്ന വിസ്തൃതിയുള്ള നിയമസഭാ മന്ദിരമാണ് അത്. അതായത് ഇന്ത്യൻ പാർലമെന്റിന് ഏതെങ്കിലും തരത്തിലൊരു ഭീഷണി ഉണ്ടായാൽ ആ പാർലമെന്റ് അംഗങ്ങൾക്ക് കൂടി ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രമേൽ വിസ്തൃതമായ ഒന്നാണിത്. ഇനിയിപ്പോൾ മണ്ഡല പുനർനിർണയത്തിലൂടെ കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചാലും അവർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു നിയമസഭാ മന്ദിരമാണിത്. ആ നിയമസഭാ മന്ദിരത്തിലേക്ക് ഇനി ആര് ഒരിക്കൽ കൂടി എന്നതാണ്. അവിടെയാണ് മുഖ്യമന്ത്രി ഇത്രമേൽ വലിയൊരു ആത്മവിശ്വാസം പുലർത്തുന്നത്. അവിടെ വീണ്ടും ഒരുപക്ഷെ അരുൺ, ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ UDF-നെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോഴും ഒരു ടൈം കൂടി എന്ന സാധ്യതയെ LDF തള്ളുന്നില്ല. അതല്ല എങ്കിൽ ഇനി പ്രതിപക്ഷ കസേരയിൽ ആര് എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം മുഖ്യമന്ത്രിയും മത്സരരംഗത്തുള്ള ഒരു സാഹചര്യം തന്നെയാണല്ലോ അരുൺ.
തീർച്ചയായിട്ടും ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണയുള്ള നേതാവ് പിണറായി വിജയനാണ്. നമ്മുടെ ന്യൂസ് 18ന്റെ സർവേയിലടക്കം അതാണ് ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും അധികം പിന്തുണയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് പിണറായിയുടേതാണ്. അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദ്യത്തിന് CPM ഇപ്പോൾ അതൊരു തികച്ചും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമായി മാത്രമേ കാണുന്നുള്ളൂ. അവിടെ അതിനല്ലാതൊരു സാധ്യതയില്ല എന്ന് CPM ഉറപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ CPMന് മറ്റു പേരുകൾ അന്വേഷിക്കേണ്ടി വരും. പിണറായി വിജയനെ പോലെ കർക്കശക്കാരനായ അത്ര പെട്ടെന്നും ജനങ്ങൾക്ക് പ്രാപ്യനല്ല എന്ന് പൊതുവിലയിരുത്തലുള്ള നേതാവ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവുമോ? സംസ്ഥാനത്തിന്റെ സമീപകാലത്തെ പ്രതിപക്ഷ നേതാക്കളുടെ പേരും ചരിത്രവും ഒക്കെ പരിശോധിച്ചാൽ VS അച്യുതാനന്ദൻ ഏറ്റവും ജനകീയനായ പ്രതിപക്ഷ നേതാവ് അറിയപ്പെട്ടയാളാണ്. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായി സമീപകാലത്തുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. VD സതീശൻ ഉണ്ടായിരുന്നു. ആ ഒരു ഗണത്തിലേക്ക് എത്തപ്പെടാൻ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് പ്രാപ്യനായ നേതാവാണോ പിണറായി എന്ന ചോദ്യമുണ്ട്. 2 തവണ മുഖ്യമന്ത്രിയായി വീണ്ടും മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന, മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം എടുത്തണിയുമോ? ഇല്ല എന്ന് തന്നെയാണ് പൊതുവിൽ ഉള്ള വിലയിരുത്തലുകൾ. അങ്ങനെയെങ്കിൽ മറ്റു പേരുകളിലേക്ക് CPM പോകേണ്ടി വരും. 2-3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മത്സരിക്കുന്നുണ്ട്. ഒന്ന് KK ശൈലജയാണ്. കടുത്ത പോരാട്ടം അവർ അവിടെ പേരാവൂരിൽ നേരിടുന്നുണ്ട്. മറ്റൊരാൾ PP രാമകൃഷ്ണനാണ്. മുന്നണി കൺവീനറാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ പദവിയിലേക്ക് കൂടിക്കൊണ്ട് അദ്ദേഹം ശക്തമായ മത്സരം പേരാമ്പ്രയിൽ നേരിടുന്ന വസ്തുതയാണ്. മറ്റൊരാൾ P രാജീവാണ്. വ്യവസായ മന്ത്രിയാണ്. അദ്ദേഹവും കളമശ്ശേരിയിൽ അതികഠിനമായ പോരാട്ടം നേരിടുകയാണ്. ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ കുറച്ചുകൂടി സുരക്ഷിതൻ, വിജയസാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് കൊട്ടാരക്കരയിൽ നിന്നുള്ള ധനമന്ത്രി കൂടിയായ KN ബാലഗോപാലാണ്. അങ്ങനെയെങ്കിൽ പിണറായി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ ഇതിലാരെങ്കിലും വരുമോ എന്ന ചർച്ചകൾ പൊതുവിൽ സജീവമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളൊന്നും CP ഇപ്പോൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ എങ്ങനെ മന്ത്രിസഭ രൂപീകരിക്കാമെന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി CPM ആലോചിക്കുന്നത്. 6-ാം തീയതി സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി ചേരും. പിന്നാലെ LDF ചേരും. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് പോകുമെന്ന വലിയ സ്വപ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങളിൽ ഉള്ളത്. ആ സ്വപ്നങ്ങൾക്കെല്ലാം ഒറ്റ അടിസ്ഥാനം അത് പിണറായി വിജയന്റെ തികഞ്ഞ ആത്മവിശ്വാസമാണ്. പിണറായി വിജയനുള്ള മുന്നണി നേതൃത്വത്തിന്റെ വലിയ മമതയും വിശ്വാസവും തന്നെയാണ് ഇപ്പോഴും അത്തരമൊരു സ്വപ്നം കാണാൻ ഇടതു മുന്നണിയെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആ സ്വപ്നങ്ങൾ ശരിയാകുമോ എന്നൊക്കെ നാളെ ഏതാണ്ട് ഈ സമയത്തിന് മുമ്പ് തന്നെ അറിയാൻ കഴിയും. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ 8:45 കൂടി ആദ്യ റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകും. പിന്നെ വളരെ പെട്ടെന്ന് 9 മണി 9:15 ആകുമ്പോൾ തന്നെ ഒരു ട്രെൻഡ് ആർക്കനുകൂലമാണ്? തുടർഭരണത്തിൽ തുടർച്ചയെന്ന ഹാട്രിക് ഭരണത്തിലേക്ക് ഇടതുമുന്നണിയും പിണറായി വിജയനും എത്തുകയാണോ? അല്ലെങ്കിൽ UDF സ്വപ്നം കാണുന്ന തിരിച്ചുവരവിലേക്ക് അവർ എത്തുകയാണോ എന്ന കാര്യങ്ങളിലൊക്കെ അറിയാം. ഏതായാലും ഏറ്റവും നിർണായകം പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നിർണായകമാണ്. VD സതീശന് ഏറ്റവും അധികം നിർണായകമാണ്. രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും തുടങ്ങി BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വരെ വലിയ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ്. UDF ഇത്തവണ ഭരണത്തിലേക്ക് വന്നില്ലെങ്കിൽ ആ മുന്നണി തന്നെ എന്താകുമെന്ന വലിയ ആശങ്കയുണ്ട്. ഇനിയും എത്ര നാൾ ലീഗ് ഭരണത്തിൽ നകന്നു നിൽക്കും എന്നൊരു വലിയ ആശങ്കയുണ്ട്. അങ്ങനെ കേരളത്തിലെ മുന്നണി ബന്ധങ്ങൾക്ക്, മുന്നണി രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, തലമുതിർ നേതാക്കൾക്ക് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ, ജനവിധി എന്തെന്നറിയാൻ, ജനം എന്താണ് തീരുമാനിച്ചെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിന്റെ ആശങ്കകളിലും പ്രതീക്ഷകളിലും സ്വപ്നങ്ങളിലുമാണ് സംസ്ഥാനത്തെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ. അഭിലാഷ്. യെസ്, അരുൺ സൂചിപ്പിക്കുന്ന പോലെ ആ നിയമസഭാ മന്ദിരത്തിലേക്ക് ഇനി ആരൊക്കെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട് എത്തുന്നത് എന്നതാണ് അറിയേണ്ടത്. പ്രതിപക്ഷ കസേരകളിൽ ആരൊക്കെ അണിനിരക്കും, ഭരണപക്ഷത്ത് ആരൊക്കെയുണ്ടാകും, നിയമസഭയുടെ ഏറ്റവും മുൻനിരയിലുള്ള മന്ത്രിമാരുടെ ചെയറിൽ ആരൊക്കെയാണ്, ഇതെല്ലാം തീരുമാനിക്കപ്പെടാൻ പോകുന്നു എന്നതാണ് നാളെ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആ നിയമസഭാ മന്ദിരത്തിന് ഒട്ടേറെ ചരിത്രമുണ്ട്. അത് അറിയാൻ, നേരിട്ടൊക്കെ അറിയാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കൂടി നൽകിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ അത്രമേൽ സുതാര്യമാണ്. മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ മാത്രം എത്തുന്ന നിയമസഭ കഴിഞ്ഞ ഒരാഴ്ച കാലമായി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകിയിരിക്കുകയാണ്. ഈ സഭാ സമ്മേളനമൊക്കെ നടക്കുന്ന സ്ഥലം പോയി കാണാം. ആ മന്ത്രിമാരിരിക്കുന്ന ഇടം കാണാം. അവിടെ പവലിയനിൽ ആളുകൾക്ക് എല്ലാം അറിയാം. അപ്പുറത്ത് മ്യൂസിയമുണ്ട്. ആ മ്യൂസിയമൊക്കെ കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെയായ ആളുകൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ ചരിത്രം, കേരളത്തിന്റെ പിറവി, അതുമുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം, മുഖ്യമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കൾ, സ്പീക്കർമാർ, ഇതെല്ലാം അറിയുന്നതിന് പറ്റുന്ന അവസരം ആണ് ഇപ്പോൾ തുറന്നു നൽകിയിട്ടുള്ളത്. എന്തായാലും അത് അവസാനിക്കുന്നു. ഇനി ഇതാ വീണ്ടും നിയമസഭാ സാമാജികർക്ക് വേണ്ടി ആ സഭാ ഇടം തുറന്നു നൽകുകയാണ്. നിയമസഭാ മന്ദിരം വീണ്ടും അത്തരം തിരക്കുകളിലേക്ക് വ്യാപൃതമാവുകയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി അവിടെ ഭരണപക്ഷത്തിരിക്കാമെന്ന ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.